അർദ്ധനഗ്നനായ ഗാന്ധിജി ആരാണെന്ന് പോലും ഈ തലമുറയ്ക്ക് അറിയില്ല. ഗാന്ധിജി ആർക്കു വേണ്ടി മരിച്ചു വീണു എന്ന് തലമുറയ്ക്ക് അറിയില്ല. അഴിമതിയുള്ളവൻ നല്ലവനും അഴിമതിയില്ലാത്തവൻ പൊട്ടനും മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളിലും. അത്ര മനസ്സിലാക്കിയാൽ മതി. മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും. 15-ാമത്തെ വയസ്സിൽ തൃപ്പൂണിത്തറ സ്കൂളിൽ, അദ്ദേഹത്തിൻ്റെ വീട് കൊടുങ്ങല്ലൂരായി. തൃപ്പൂണിത്തറ സ്കൂളിൽ ചെറുപ്പക്കാരനായ പയ്യൻ എഴുന്നേറ്റ് നിന്നു ക്ലാസ്സിൽ. മാഷോട് പറഞ്ഞു, മാഷി, ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സ്റ്റൈപ്പൻഡ് അനുവദിക്കണം. ഇപ്പം സ്റ്റൈല് ബ്രിട്ടീഷുകാരും കൊച്ചിരാജു. സ്കൂള് ഞെട്ടി. എന്താണ് ഈ പയ്യനെ നാളെ ഉണ്ടാവുക? രാജാവ് പറഞ്ഞു, എനിക്ക് ആ കുട്ടിയെ കാണണം. 1954 ഒക്ടോബർ മാസം 30-ാം തീയതി വൈകുന്നേരം അച്ഛൻ അവസാനമായി പ്രസംഗിച്ച സ്റ്റേജ്. ആ സ്റ്റേജിൽ ഇന്ദിരാഗാന്ധി പ്രസംഗിച്ചു. ഇന്ത്യയുടെ ദേശീയ ഐക്യവും ദേശീയബദ്ധതയും മതേതരത്വവും ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒന്നായി മാറണം ഇന്ത്യ എന്ന് പ്രസംഗിച്ചു. 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ഇന്ദിരാഗാന്ധിയെ സിഖ് തീവ്രവാദി വെടിവെച്ച് വന്നു. ആര് സഹായിച്ചു? ആരും സഹായിച്ചില്ല. കുട്ടികൾക്ക് പണ്ട് നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ പെൺകുട്ടികളും ആൺകുട്ടികളും റോട്ടിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനെ കൈയിട്ട് നടക്കുമോ? ഇല്ല. ഞാനൊന്നും കോളേജിലുണ്ടായിട്ടില്ല, ഇവിടെ ഉണ്ടായിട്ടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥിയോടൊപ്പമാണ് ഇന്ന് നമ്മളുള്ളത്. തലമുതിർന്ന കോൺഗ്രസ് നേതാവ്, മലപ്പുറം ജില്ലയിൽ മനുഷ്യ സൗഹാർദ്ദത്തിൻ്റെ, മതസൗഹാർദ്ദത്തിൻ്റെ വലിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ, അതോടൊപ്പം നിയമസഭയിലും രാജ്യസഭയിലും അംഗമായിരുന്ന, വളരെ പഴക്കം ചെന്ന, ഒരുപാട് നേതാക്കന്മാരോടൊപ്പം പ്രവർത്തിച്ച് പരിചയമുള്ള, ഈ രാജ്യത്തിൻ്റെ സെക്കുലർ കാഴ്ചപ്പാടിനു വേണ്ടി ധീരമായി ഈ ഒരു സമയത്തും രാജ്യം വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന കാലത്തും ധീരമായി നിലപാടെടുത്ത് ഉറച്ചു നിൽക്കുന്ന, മതേതരത്വത്തിൻ്റെ ഉറച്ച ശബ്ദമായിട്ടുള്ള ബഹുമാന്യനായ സി ഹരിദാസ്, അദ്ദേഹത്തോടൊപ്പമാണ് ഇന്ന് നമ്മൾ ഉള്ളത്. പീസ് റേഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ പരിപാടിയിൽ പങ്കെടുക്കാനും നിങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാനും കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. അങ്ങ് സൂചിപ്പിച്ച മാതിരി ഇന്ന് നമ്മുടെ രാജ്യം വളരെ വിഷമമേറിയ ഒരു കാലഘട്ടത്തിൽ കൂടി കടന്നു പോവുകയാണ്. അതാണ് എൻ്റെ അമ്മ. ഇതിൻ്റെ മീതെ കാണുന്ന വലിയ ഫോട്ടോ എൻ്റെ അമ്മ. പല സംസാരത്തിലും ഞാൻ അമ്മയെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. അമ്മയാണ് എൻ്റെ എല്ലാം. അച്ഛൻ ചെറുപ്പത്തിലെ 8 മാസം ഗർഭമുള്ളപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചുപോയി. പ്രശസ്തമായ കുടുംബമാണ്. കമലാസൂര്യയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുടുംബം. അച്ഛൻ്റെ വീട് പുന്നൂർക്കുളത്ത്. ആ പുന്നൂർക്കുളത്തെ തറവാട്ടിൽ നിന്നും അന്നത്തെ നായർ സമുദായത്തിൻ്റെ എന്തു പറയണം, നിയമെന്നോ അതോ കീഴ്വഴക്കെന്നോ എന്തായാലും ശരി, അച്ഛൻ്റെ ശവം എടുക്കുന്നതിന് മുമ്പ് അമ്മ വീട് എന്ന് പറഞ്ഞാൽ വലിയ 8 കെട്ടാണ്. ആ 8 കെട്ടിൻ്റെ വടക്കേ ഭാഗത്തെ കൊലായിൽ കൂടി പുറത്തിറങ്ങി തലയിൽ ഒരു കൂടി തോർത്തുകൊണ്ടും കെട്ടിയിട്ട് അമ്മ എന്നെ വയറ്റിലിട്ട്, അമ്മ എൻ്റെ 2 സഹോദരന്മാർ, മൂത്ത സഹോദരന്മാർ, ഒരു സഹോദരി, അങ്ങനെ ഞങ്ങൾ 3 പേർ, ഞാൻ വയറ്റിലും അവരും, അവരെ നടത്തി അണ്ടത്തോട്ട് കനാലിൽ വഞ്ചി വന്നിട്ടുണ്ടായിരുന്നു. ആ വഞ്ചിയിൽ കയറ്റി എൻ്റെ അമ്മയെ എൻ്റെ ഗ്രാമമായ ഇന്നത്തെ കാലടി പഞ്ചായത്തിലെ പോത്തന്നൂർ എന്ന ഗ്രാമത്തിൽ വരികയാണ്. അങ്ങനെ എന്നെ പ്രസവിക്കുകയാണ് 10-ാം മാസത്തിൽ. അന്ന് ഇതുപോലെ സൗകര്യങ്ങളും ഇല്ല. എൻ്റെ വീട് 4 കെട്ടാണ് ഇരുന്നു. അവിടെ പ്രസവിക്കും.
അങ്ങനെ അമ്മയുടെ എല്ലാ ശിക്ഷണത്തിലാണ് ഞാൻ സ്കൂളിൽ പഠിച്ചതും ഈ AVI സ്കൂളിൽ പഠിച്ചതും. എൻ്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്ന കോളേജുകളിലൊക്കെ അമ്മയെ പറഞ്ഞിട്ടാണ് എന്തും ചെയ്യുക. ഇപ്പോഴും ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ അമ്മയാണ്. അത് എൻ്റെ വിഷയം മഹാരാജാസ് കോളേജിൽ ഹിസ്റ്ററി ആയിരുന്നു, ചരിത്രം. ആ ചരിത്ര വിഷയത്തിൽ പൊളിറ്റിക്സ് എക്കണോമിക്സും സബ്ബാണ്. ആ പൊളിറ്റിക്സിൽ പറയുന്നത് തന്നെ എന്താ, മെറ്റർനിറ്റി ഈസ് എ ഫാക്ട് എന്ന് പറഞ്ഞാൽ ഉമ്മ അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്നത് സത്യമാണ്. ഇറ്റ് ഈസ് എ ഫാക്ട്. വാപ്പ അല്ലെങ്കിൽ അച്ഛൻ എന്ന് പറയുന്നത് മെറ്റർനിറ്റി ഈസ് എ ഒപ്പീനിയൻ, അത് വിശ്വാസമാണ്. അപ്പോൾ അമ്മ എന്ന ആ സത്യത്തിൽ ഞാൻ വളരെയാണ്. ഞാൻ പറയുന്നത് എന്തും അമ്മ സാധിപ്പിച്ചു തരും. ഞാൻ ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരനാവുമെന്ന് ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ വളരെയാണ്. വളരുമ്പോൾ 4 കെട്ടിൻ്റെ മുമ്പിൽ മുഴുവൻ സിമെൻ്റാണ്, സിമെൻ്റ് മുറ്റം. ആ മുറ്റത്ത് വെച്ച് എൻ്റെ അമ്മ അന്ന് എൻ്റെ ഗ്രാമത്തിലുള്ള അധിക മുസ്ലിമുകളും എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട, കാരണമൊക്കെ എൻ്റെ ഭൂമിയിൽ കൃഷി ചെയ്യുന്നവരുണ്ട്. ആരായാലും മുസ്ലിംസ്, അവരുടെ മക്കളെ എൻ്റെ അമ്മ പെട്രോമാക്സ് വയ്ക്കാന്ന്, പെട്രോമാക്സ് പൈസക്കാരുടെ വീട്ടിലുണ്ടാവും. അത് അടിച്ച് അതിനൊക്കെ കാര്യസ്ഥന്മാരുണ്ട്. കുഞ്ഞുമരക്ക, ബീരാവുണ്ണി, മൊയ്തുണ്ണി, മൊയ്തു, എത്ര അങ്ങനെ ഇരാവുണ്ണിയാണ് പെട്രോമാക്സ് അടിക്കുക. അപ്പം ഞാൻ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എൻ്റെ വീട്ടിലെ കൊലായി ഇരുന്നു കൊണ്ട് ആശാരി ഇരുത്തിയിട്ട് ഇന്നത്തെ പോലെയല്ല ഓത്തുപലക ഉണ്ടാക്കി വീരാ ഉണ്ണിയോടോ മൊയ്തുണ്ണിയോടോ കൊണ്ടേ കൊടുക്കാൻ പറയും ഓരോ വീട്ടിലും. അങ്ങനെ കുട്ടികളെ മുഴുവൻ അങ്ങയുടെ വീട്ടിൽ വെച്ച് അത് ഉണ്ടാക്കുക, ആശാരി ഉണ്ടാക്കിയത്. അങ്ങയുടെ വീട്ടിൽ വെച്ചാണ് ആശാരിയെ കൊണ്ട് ഉണ്ടാക്കി. ഇതൊക്കെ ഞാൻ കാണാൻ കുട്ടിയാവുമ്പോൾ. അത് കഴിഞ്ഞപ്പോൾ അന്നത്തെ പാണേക്കാട്ട് പൂക്കോയത്തങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി അഭിപ്രായത്തോടു കൂടി അമ്മ എൻ്റെ ഗ്രാമത്തിൽ, പോത്തനൂർ എന്ന ഗ്രാമത്തിൽ ആദ്യമായി ഒരു പള്ളി ഉണ്ടാക്കുകയാണ്. ഒരു മുസ്ലിം പള്ളി നിർമ്മിക്കും. മുസ്ലിം പള്ളി ഉണ്ടാക്കുകയാണ്. ഇപ്പോഴും ഞാൻ പോകുമ്പോൾ നാളെ തോന്നുന്നു അവിടെ മറ്റൊരു മുസ്ലിം വീട്ടിൽ കല്യാണമുണ്ട്. പോകുമ്പോൾ ഞാൻ അവിടേക്ക് കാറ് കൊണ്ടുപോകും, പള്ളിയുടെ അവിടെ നിർത്തും, ആ വീട്ടിൽ കാശിട്ട് തിരിച്ചു പോരും. എൻ്റെ അടുത്താ അത് ഇല്ല വേണ്ടെന്ന് പറയാൻ ആർക്കാ അവിടെ അധികാരം? അത് കഴിഞ്ഞു ഒട്ടേറെ സ്ഥലങ്ങൾ ഈ പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ പെട്ട നെയ്തല്ലൂർ എന്ന പ്രദേശം, പോത്തനൂരുമായി അടുപ്പം, തോട്ടിൻ്റെ അപ്പുറം ഇപ്പുറം, അവിടെ 2ാമത്തെ പള്ളി ഉണ്ടാക്കി എൻ്റെ അമ്മ. നെയ്തല്ലൂർ പോത്തനൂർ പള്ളി പാണേക്കാട് ശിഹാബ് തങ്ങൾ മരിക്കുന്നതിൻ്റെ 2-3 കൊല്ലങ്ങൾക്ക് മുമ്പ് പുതുക്കി പണിതു. മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം വിളിച്ചു എന്നെ, ഹരിയെ നീ വരണം, ഞാനണ്ട് വരുന്നുണ്ട്, ഇവിടെ കുറച്ച് സംസാരിക്കണമോ? ശരി. അവിടെ ചെന്ന് ഞാൻ എന്നോട് പറഞ്ഞു പള്ളിയിലൊക്കെ കയറി കണ്ടോളൂ, അമ്മ കൊടുത്ത സാധനങ്ങളൊക്കെ അടക്കി വെച്ചിട്ടുണ്ട്, ഒക്കെ കണ്ടോളൂ. എന്തായി പറയണേ? എന്താണ് തെറ്റ്? പെരുന്നാളായ നോമ്പ് തുടങ്ങിയാൽ വൈകുന്നേരം നോമ്പ് തുറക്കണ്ടേ? അന്ന് കോഴി പോലെ കോഴി കച്ചവടമൊന്നുമില്ല എവിടെയും. അപ്പോൾ അന്നെന്താ, കോഴിയെ വളർത്തല ഓരോ വീട്ടിലും. നിങ്ങൾക്ക് അറിയുണ്ടാവില്ല, കോഴിയെ വളർത്തല. കോഴിക്കോട് കൈയിടരുതെന്ന് പറയും, പാമ്പുണ്ടാവും ചിലപ്പോൾ പറഞ്ഞിട്ട്. ഒക്കെ ഇപ്പോഴത്തെ ഓർമ്മകളാണ്. ആ കോഴിക്കോട്ടിൽ കോഴി ഉണ്ടാവും. ആ കോഴിയെ പിടിച്ച് അയ്മൂൻ്റെ വീട്ടിൽ നിന്നായാലും ശരി, കുഞ്ഞുവരക്കാരുടെ വീട്ടിൽ നിന്നായാലും ശരി, മൊയ്തൂൻ്റെ വീട്ടിൽ നിന്നായാലും ശരി, ഒക്കെ മുറിച്ച് വൈകുന്നേരത്തിന് ഒക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ടാവും. എന്ത് കോഴിയിറച്ചിയും പത്തിരി കൊണ്ടുപോകാൻ ആൾ വരും. അങ്ങനെ വളർന്നു ഞാൻ, അങ്ങനെ വളർന്നു അവരുടെ കൂടെ. അപ്പം ഇന്ന് നടക്കുന്ന ഈ വൃത്തികേടുകൾക്കെതിരായി എനിക്ക് കിട്ടുന്ന സ്റ്റേജുകളിലൊക്കെ പ്രതികരിക്കും ഞാൻ, ഒരു സംശയമില്ല. ചില ദിവസം ആഴ്ചയിൽ ഇങ്ങനെ ഒഴിവിടുകയാണ്, അതിൽ കിട്ടിയാന്ന്
ആ എല്ലാം വേണ്ടേ? കാരണം എന്താണ് മതമെന്നോ, എങ്ങനെ മതം ഉണ്ടായി എന്നോ, മുസ്ലിം മതത്തെ ആര് സ്വീകരിച്ചു എന്നോ, ക്രിസ്ത്യൻ മതത്തെ ആര് സ്വീകരിച്ചു എന്നോ ഇന്ന് ചരിത്ര പുസ്തകത്തിലുണ്ടോ ഇല്ലയോ എനിക്കറിഞ്ഞുകൂടാ. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മാലിക് ദീനാറും 12 പേരും കൊടുങ്ങല്ലൂരിൽ വന്ന് കപ്പിലിറങ്ങി. അതൊന്നും ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. അന്ന് കൊടുങ്ങല്ലൂർ തലസ്ഥാനമായ തിരുവഞ്ചിക്കുളത്ത് ആയിരുന്നു ചേരമാൻ പെരുമാളുടെ കൊട്ടാരം. അവിടുന്ന് അദ്ദേഹം ചെന്നു, അദ്ദേഹത്തെ സ്വീകരിച്ചു, വീട്ടിൽ കൊണ്ടുവന്നു. ഒക്കെ ഈ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ മനസ്സിലാക്കണം. അങ്ങനെ ഹിന്ദു മതം ആദ്യമായി മുസ്ലിം മതത്തെ സ്വീകരിച്ചു. നോർത്ത് ഇന്ത്യയിലും ഇതന്നെയാ. ആ മുഗൾ രാജവംശം വരുന്നതിന് മുമ്പ് അവിടെ രജപുത്രന്മാരായിരുന്നു. ചരിത്രം പഠിക്കണം, സംസ്കാരത്തെക്കുറിച്ച് പഠിക്കണം. അങ്ങനെ കേരളത്തിൽ ആദ്യമായി മുസ്ലിം മതം സ്വീകരിച്ചു. അതിൻ്റെ ഫലമായി കൊടുങ്ങല്ലൂർ മുതൽ കാസർഗോഡ് വരെ കിടക്കുന്ന ഈ തീരദേശമുണ്ടല്ലോ, അവിടെയുള്ള നമ്പൂതിരിമാരും പട്ടന്മാരും ബ്രാഹ്മണന്മാരും നായന്മാരൊക്കെ മുസ്ലിം മതം സ്വീകരിച്ചു. എൻ്റെ പൊന്നാനി ചെറിയ മക്ക, അവിടെ അപ്പം നമ്മളിരിക്കുന്നത് മലബാറിൻ്റെ മക്ക. ചെറിയ മക്ക വിളിക്കാൻ ഞാൻ പഴയ തറവാടുകളിലേക്ക്, ജോലിമാടത്തേക്ക് വിളിക്കാം. മുസ്ലിം കുടുംബമാണ്. മാഷ് അവിടുത്തെ ആരെയും വിളിച്ച ഹരിദാസേട്ടനാ, അതെ, അഷറഫ് ഇവിടെ ഇല്ല, ഇല്ലത്തേക്ക് പോയിരിക്കണം. ഇപ്പോഴും അങ്ങനെ പറയാം. എന്താ അതിൻ്റെ അർത്ഥം? ഇല്ലത്തേക്ക് പോയിരിക്കണം. ഹരിദാസേട്ടൻ വന്നാൽ പറയാം. പഴയ കാലത്ത് പൊന്നായിലെ സ്ത്രീകൾ മുസ്ലിം സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ എന്താ ഒരടുത്ത് ഒരു കൊട. എന്താ കാരണം? കൊട. പഴയ സ്ത്രീകൾ പൊന്നാനിയിൽ ജയം റോട്ടിൽ കൂടെ പോകുമ്പോൾ, ജയം റോട്ടിൻ്റെ ഒരു ഭാഗത്താണ് വലിയ പള്ളി, ജുമായത്ത് പള്ളി. ഞാൻ പോകുമ്പോൾ അവിടെയൊക്കെ. വേറൊന്ന്, കോഴിക്കോട്ടിൽ നിന്നൊക്കെ കല്യാണം കഴിച്ചുകൊണ്ടില്ലേ, ചാവക്കാട്ടിൽ നിന്ന് അവിടെ നിന്നൊക്കെ പെൺകുട്ടികൾക്ക്. പിന്നെ അവരിവിടുന്ന് പോവില്ല. അവരെവിടെയാ? ഇവിടെ ഒരു മുറി ഉണ്ടാക്കും അവർക്ക്. പഴയ നായർ സിസ്റ്റപ്രകാരം ഭാര്യ വീട്ടിൽ തന്നെ. ഇത് ഞാൻ ചാവക്കാട് പ്രസംഗിച്ചു പൊതുയോഗത്തിൽ. പലർക്കും സംശയം എന്താണ് മൂപ്പര് പറയണതെന്ന്. അവരവിടെ അന്വേഷണം നടത്തി, എന്നെ വിളിച്ചു. ശരിയായിട്ടോ പറഞ്ഞ അങ്ങനെ തന്നെയാ. നായന്മാർ പഴയ കാലത്ത് കല്യാണം കഴിച്ചാൽ അവിടെ കൂടും, പിന്നെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് പോകില്ല. അപ്പം ഇതൊക്കെ എന്താ? അതുപോലെ ക്രിസ്ത്യൻ മതം സ്വീകരിച്ചതാരാ? ഹിന്ദുക്കൾ, നമ്പൂതിരിയാർ. എവിടെ? ചാവക്കാടിനടുത്തുള്ള പാലിയൂര്. അപ്പോൾ ക്രിസ്ത്യൻ മതം സ്വീകരിച്ചതും ഹിന്ദുക്കളാണ്. എൻ്റെ തലയ്ക്ക് മീതായി നിൽക്കുന്നു വിവേകാനന്ദൻ. എൻ്റെ വിവേകാനന്ദൻ ഇന്ന് ഭരണപക്ഷം പറയുന്ന വിവേകാനന്ദനല്ല, രണ്ടും രണ്ടാ. എൻ്റെ വിവേകാനന്ദൻ മതേതരത്വത്തിൻ്റെ വിവേകാനന്ദൻ. തന്നെ 32-ാമത്തെ വയസ്സിൽ ചിക്കാഗോ എന്ന മഹാനഗരത്തിൽ ഹിന്ദു സന്യാസിയായ വിവേകാനന്ദൻ എഴുന്നേറ്റ് നിൽക്കുന്നു. 10,000-കണക്കിന് അമേരിക്കക്കാർ. ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഞെട്ടിപ്പോയി ആദ്യത്തിൽ തന്നെ എൻ്റെ സഹോദരന്മാരെ. അവർക്ക് പരിചയമില്ലാത്ത അഭിസംബോധന. ലോകമത മഹാസമ്മേളനം. എൻ്റെ മതം മറ്റു മതങ്ങളെ സ്വീകരിച്ച മതമാണ്. എൻ്റെ മതം ലോകത്തിൻ്റെ അമ്മയാണ്.
അറിവില്ലാത്തവനെ പഠിപ്പിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ രാജദ്രോഹി എന്ന് പറയും. അറിവുള്ളവൻ അറിവില്ലാത്തവനെ പഠിപ്പിച്ചില്ലെങ്കിൽ പോരേ. ഒരു വിവേകാനന്ദനെ മറ്റുള്ളവരൊന്നും കോട്ട് ചെയ്യണ്ട. ശ്രീനാരായണ ഗുരുസ്വാമി അദ്ദേഹം പറഞ്ഞ എന്താ? മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. നാണു എന്ന കൊച്ചു ചെറുപ്പക്കാരൻ സന്യസിക്കുന്നതിന് വേണ്ടി പോവുകയാണ്. ഹിമാലയ സാനുക്കളിലേക്ക് പോകുമ്പോൾ വഴിക്ക് വെച്ച് ഒരു നിമിത്തം എന്ന നിലയിൽ വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുസ്വാമിയും തമ്മിൽ കണ്ടുമുട്ടുന്നു. ഈ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചപ്പോൾ ശ്രീനാരായണ ഗുരുസ്വാമിയുടെ ശിഷ്യനായ ഡോക്ടർ പപ്പുവാണ് കേരളത്തിലേക്ക് അയച്ചതെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുസ്വാമിയും തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്. അവിടെ വെച്ചാണ് ശ്രീനാരായണ ഗുരുസ്വാമി പറയുന്നത്, അങ്ങ് എൻ്റെ നാട്ടിലേക്ക് പോകണം, കേരളത്തിലേക്ക്. കേരളത്തിൽ വന്നു. ഒരു പുസ്തകത്തിൽ കാണുന്നത് ആദ്യമായി നമ്മുടെ ഷൊർണൂരാണ് വന്നത്. വേറൊന്നിൽ ഞാൻ കണ്ടത് കന്യാകുമാരിയിൽ വന്ന് തപസ് ചെയ്ത് നടന്ന് വന്ന് തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തെത്തിയപ്പോഴാണ്. എങ്ങനെയായാലും ശരി, കേരളത്തിലെ മണ്ണിൽ കാലുകുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതൊരു ഭ്രാന്താലയമാണ്. ഇതൊക്കെ കുട്ടിയോട് പറഞ്ഞു കൊടുക്കണം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ഓരോരുത്തരും ഓരോ ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞു. ഇഷ്ടപ്പെടായിക്കോട്ടെ. എന്തിന്? അർദ്ധനഗ്നനായ ഗാന്ധിജി ആരാണെന്ന് പോലും ഈ തലമുറയ്ക്ക് അറിയില്ല. ഗാന്ധിജി ആർക്കു വേണ്ടി മരിച്ചു വീണു എന്ന് തലമുറയ്ക്ക് അറിയില്ല. 1947 ആഗസ്റ്റ് മാസം 15-ാം തീയതി ഞാൻ കുട്ടി. ആ കാലഘട്ടത്തിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ആ സ്വാതന്ത്ര്യം കിട്ടുന്ന ദിവസം ഗാന്ധിജി ഡൽഹിയിലില്ല. ഇന്ന് ബംഗാൾ ദേശത്തിന് സിദ്ധിച്ച നവഗാലി എന്ന സ്ഥലത്ത് ഹിന്ദുക്കളും മുസ്ലിമുകളും തമ്മിൽ വർഗീയ കലാപമുണ്ടാകുന്നു. അദ്ദേഹം അവിടെയാണ്. ഹിന്ദുക്കളോടും മുസ്ലിമുകളോടും ശാന്തരാകാൻ പറഞ്ഞു. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ രാജ്യം ഞാൻ വാങ്ങിയത്, നിങ്ങൾ ഒന്നിച്ച് ജീവിക്കണം. ഇതൊക്കെ ചരിത്ര പുസ്തകങ്ങളിലുണ്ട്. ഇതിലൊക്കെ വായിക്കണ്ടേ? അത് കഴിഞ്ഞു ഗാന്ധിജി അവിടെ സമാധാനം സ്ഥാപിച്ചതിന് ശേഷം മടങ്ങി ഡൽഹിയിലേക്ക് മടങ്ങുമ്പോൾ കൽക്കത്തയിലെത്തി. കൽക്കത്തയിൽ വർഗീയ കലാപം. ആ സമയത്താണ് നെഹ്റു പറഞ്ഞത്, കിൽ മീ ഫസ്റ്റ്. എന്നെ കൊന്നതിന് ശേഷം മാത്രമേ എൻ്റെ എല്ലാമായ ഗാന്ധിജിയെ നിങ്ങൾക്ക് തൊടാൻ കഴിയൂ എന്ന് വർഗീയവാദികളോട് പറഞ്ഞു. അവിടെ സമാധാനം സ്ഥാപിച്ചു. ഡൽഹിയിലെത്തിയപ്പോൾ കണ്ടതെന്താ? അവിടുത്തെ മുഴുവൻ മുസ്ലിം പള്ളികളും കയ്യേറിയിരിക്കുന്നു. ചരിത്രത്തിലില്ലേ? എന്തിനിതൊക്കെ വിസ്മരിക്കുന്നു? ആ പള്ളിയിൽ നിന്നും ഇറങ്ങിപ്പോരണം കയ്യേറിയ ഹിന്ദുക്കളെന്ന് ഗാന്ധിജി ആവശ്യപ്പെട്ടു. മുഴുവൻ പറയാൻ നിന്ന് ആ സമയം അനുവദിക്കുകയില്ല. അവസാനം ഗാന്ധിജി നിരാഹാര സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ചു. നിരാഹാരം തുടങ്ങി. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളിയാഴ്ച ആകുമ്പോഴേക്കും പള്ളി കയ്യേറിയ മുഴുവൻ ഹിന്ദുക്കളും പള്ളിയിൽ നിന്നും ഇറങ്ങിപ്പോന്നു. മൗലാന അബ്ദുൽ കലാം ആസാദ്, ഗാന്ധിയുടെ വിശ്വസ്തനായ വ്യക്തി, 30 കൊല്ലകാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ്, ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി, ഗാന്ധിയോട് വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് പള്ളി വിട്ടുകിട്ടിയിരിക്കുന്നു, അങ്ങ് ഈ നാരങ്ങ വെള്ളം കഴിക്കണം. അന്ന് ആ ദിവസം അന്നത്തെ വർഗീയവാദികളായ ചെറുപ്പക്കാർ തീരുമാനിച്ചു, ഗാന്ധിജിയെ കൊല്ലണം.
ഗാന്ധിജിയെ കൊത്താൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. 1948 ജനുവരി മാസം 30 സായം സന്ധ്യയിൽ ഗാന്ധിജി പ്രാർത്ഥനാ ഹോളിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ 3 പുസ്തകമാണ്. ഏതൊക്കെയാ? ഖുറാൻ, ബൈബിൾ, ഗീത. 10 അടി ദൂരത്ത് വർഗീയവാദി നിന്ന് ഗാന്ധിജിയെ നെഞ്ചത്തേക്ക് തോക്കുഴിച്ചു. ഗാന്ധിജി ഇന്ത്യൻ മണ്ണിൽ പിടഞ്ഞ് മരിച്ചത് ഇന്ത്യയുടെ ദേശീയ ഐക്യത്തിനും ദേശീയ ഭദ്രതയ്ക്കും മതേതരത്വത്തിനുമെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അതെൻ്റെ മനസ്സിലും കയ്യിലുമുള്ള കാലത്തോളം ഒരാൾക്കും എന്നോട് ഒന്നും ചോദിക്കാൻ അധികാരമില്ല. നമുക്കൊന്നിച്ച് ജീവിക്കണം. ഈ രാജ്യത്തെ പള്ളികൾ തല ഉയർത്തി നിൽക്കണം, അമ്പലങ്ങൾ തല ഉയർത്തി നിൽക്കണം, ചർച്ചുകൾ തല ഉയർത്തി നിൽക്കണം, ഗുരുദ്വാരകൾ തല ഉയർത്തി നിൽക്കണം. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഒന്നിച്ച് നിൽക്കണം. ചോദിക്കുന്ന ആൾക്കാർ എന്താ ഹരിദാസ് ഇങ്ങനെ? ഞാൻ 1980 നിലമ്പൂരിൽ നിന്ന് MLA ആയി. ഇന്ന് PSCക്ക് ചോദ്യമുണ്ട്. ഏറ്റവും കുറച്ച് ദിവസം MLA ആയതായ C. ഹരിദാസ് പൊന്നാനി. 13 ദിവസമായിരുന്നു. 10 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ രാജിവെച്ചു. പ്രിയപ്പെട്ട ആര്യാടനെ മത്സരിക്കാൻ ഒരു വേദനയുമില്ല. പ്രാവശ്യം വോട്ടിന് വരുന്നപ്പോൾ ആൾക്കാർ ചോദിച്ചു, പത്രക്കാർ ചോദിച്ചു, TV-ക്കാർ ചോദിച്ചു, നിങ്ങൾക്ക് ഒന്നും കിട്ടാത്തതുകൊണ്ടൊന്നും. കാരണം ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് അന്ന് ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ SF മാത്രമേ ഉള്ളൂ, സ്റ്റുഡൻസ് ഫെഡറേഷൻ. എറണാകുളം എന്നെ നല്ല പണ്ഡിതന്മാരാണ് പഠിപ്പിച്ചത്. അവരെ ഓർമ്മിക്കുന്നു ഞാൻ. ഒന്ന്, സെൻറ്റ് ജോസഫ് കോളേജ് ദേവഗിരിയിൽ എന്നെ പഠിപ്പിച്ച് സുകുമാർ അഴീക്കോടാണ്. മരിക്കുന്നവരെയും ആ ബന്ധമുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെ വരും. പിന്നെ പഠിപ്പിച്ച് മഹാരാജാസ് കോളേജിൽ നമ്മളെ വിട്ടുപോയ സാനു മാസ്റ്റർ, K. സാനു. ഇപ്പോൾ ഒരു 5-6 മാസം മുമ്പേ ലീലാകൃഷ്ണൻ പറഞ്ഞു, ഹരിദാസ് ഏട്ടനെ കാണണമെന്ന് സാനു മാഷക്ക് ആഗ്രഹമുണ്ട്. ഞാനും എൻ്റെ വൈഫും ഒക്കെ ആയിട്ട് പോയി കണ്ടു കാരക്കാമൊഴിയിൽ. സന്തോഷമായി മാഷക്ക്. അപ്പോൾ നല്ല അധ്യാപകന്മാരുടെ കീഴിലാണ് ഞാൻ പഠിച്ചത്. അതായിരിക്കാം എൻ്റെ സ്വഭാവം. മദ്യപിക്കരുത് എന്ന് പറയുന്നത്, കൈക്കൂലി വാങ്ങരുത് എന്ന് പറയുന്നത്, എല്ലാവരെയും സ്നേഹിക്കണമെന്ന് പറയുന്നത്, നമുക്ക് ഒന്നിച്ച് ജീവിക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കും. അങ്ങനെ 1957 ഒരണ സമരം. നമ്പൂരും മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിനെതിരായി മാത്രമേ ഗതാഗതത്തിന്, കുട്ടികൾക്ക് ഗതാഗത സൗകര്യത്തിന് വേണ്ടി വാങ്ങാൻ പാടുള്ളൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആദ്യത്തെ സമരം. അന്ന് ഞാൻ സെൻറ്റ് ജോസഫ് കോളേജ് പഠിക്കുകയാണ്. അതിൽപ്പെട്ടു. കൂടെ മരിച്ചുപോയ ഷൺമുഖദാസ്, മരിച്ചുപോയ NP മൊയ്തീൻ, അബൂഖാൻ്റെ മകൻ, അങ്ങനെയുള്ള സെറ്റുകാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ഇങ്ങനെ ഒരു മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. അതിനുശേഷം ഞാൻ ഗുരുവായൂരപ്പനിൽ വന്നു. അവിടെ എന്നെ ഹിസ്റ്ററി പഠിപ്പിച്ച MGS നാരായണൻ, പൊന്നാനിക്കാരനാണ്, വീട് അവിടെ ഈ മൈതാനത്തിൻ്റെ അപ്പുറത്തെ തറവാട്. MGS നാരായണൻ നല്ല ആൾക്കാർ. അന്നും ഞാൻ എൻ്റെ ഈ കലയോടുള്ള ആ ബന്ധം മുറിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പഠിച്ചത് അവിടുന്ന് പ്രീ യൂണിവേഴ്സിറ്റി പാസ്സായപ്പോൾ അമ്മോട് പറഞ്ഞു, എനിക്ക് മഹാരാജാസ് കോളേജിൽ പഠിക്കണം. എറണാകുളത്തേക്ക് പോകാൻ ഒരു യാത്രാ സൗകര്യമില്ല. പൊന്നായിന്ന് ഒരു പ്രൈവറ്റ് ബസ്സുണ്ട്. ആ പ്രൈവറ്റ് ബസ് കയറി തൃശ്ശൂരിലെത്തണം. തൃശ്ശൂരിൽ നിന്ന് കരിവണ്ടിയാണ്. ആ കരിവണ്ടി കയറിയിട്ട് എറണാകുളത്തെത്താം. അങ്ങനെ അവിടെ ചെന്ന് കോളേജിൽ ചേർന്നപ്പോൾ 2 പേരെ കണ്ടുമുട്ടി എൻ്റെ ക്ലാസ്സിൽ തന്നെ. അതാണൊന്ന് വയലാർ രവി, ഒന്ന് AK ആൻ്റണി. അവിടെ വെച്ച് KSUവിന് ഫുൾ സ്ട്രെങ്ത്തോടു കൂടി രൂപം കൊടുക്കുകയാണ്.
അതാണ് ഈ ഫോട്ടോ. ഇതാ വയലാർ രവി. അങ്ങയുടെ റൂമിൽ വെച്ചാണ് ഇതിന്റെ ചർച്ചകൾ നടന്നത്. ഒക്കെ എന്ന് പറഞ്ഞാൽ KSU ഉണ്ടാകുന്നതിന് മുമ്പ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഹരിദാസേട്ടനുണ്ട്. ഉണ്ട്. ഈ സമരത്തിലേക്ക് ഇറങ്ങി അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വരികയാണോ, വേറെന്തെങ്കിലും പ്രചോദനം? ഇപ്പോൾ ഈ കൂട്ടുകെട്ട്, ഈ ബന്ധങ്ങൾ. ഇപ്പോൾ ഇതാ ഇങ്ങനത്തെ ഈ പ്രസംഗം കേട്ട് 1960 മഹാരാജാസ് കോളേജിൽ ഒന്നിച്ച് പഠിച്ച ഒരു ജോസ് മാത്യു ആയിട്ടൊരാൾ അമേരിക്കയിൽ നിന്ന് വിളിച്ചിരുന്നു. 60-ന് ശേഷം ഇപ്പം എത്ര വർഷമായി, ഹരിയെ എൻ്റെ പ്രസംഗം കേട്ടു ഇവിടെ യൂട്യൂബിൽ, സന്തോഷം തോന്നി. നീയും വേറെ എൻ്റെ കൂട്ടുകാരൻ രാമകൃഷ്ണനുമായിട്ട് കൊമ്പമ്മേശ തിരിച്ച് അവിടെ നടക്കുന്നത് ഇപ്പോഴും ഞങ്ങൾ ഓർക്കുകയാണ്.